Hello everyone and welcome back. In this video we are going to discuss one essay. Science department in the English first semester English nathu kodutittulla essay aanu. Essay is titled like C.V. Raman as a science communicator, a historical perspective. ഇതാണ് എസ്സേ ടൈറ്റിൽ. ഇത് എഴുതിയിട്ടുള്ളത് വൺ ഇന്ത്യൻ റൈറ്റർ G.V. പവൻകുമാർ എന്ന് പറയുന്ന ആളാണ്. ഹീസ് എ ഫാക്കൽറ്റി മെമ്പർ അറ്റ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER എന്ന് പറയും. പൂനെയിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു എസ്സേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എസ്സേ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വാർണിംഗ്. C.V. രാമൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, നൊബൽ പ്രൈസ് ഒക്കെ ലഭിച്ച ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് C.V. രാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ്, അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ചെറിയ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏത് രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്, അദ്ദേഹം എങ്ങനെയായിരുന്നു ടീച്ച് ചെയ്തിരുന്നത്, ടീച്ചർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തെല്ലാമാണ്, പ്രത്യേകിച്ച് ഒരു സയൻസ് ടീച്ചർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. C.V. രാമനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം 1888 ജനിച്ച് 1970 മരിച്ച ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. ഫിസിക്സാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ. തമിഴ്നാട്ടിൽ ജനിച്ച ആളാണ് C.V. രാമൻ. മദ്രാസിനടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്രാസിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം തന്നെ കൊണ്ടുവന്നൊരു തിയറി ഉണ്ട്, ദി രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഹീസ് ഫേമസ് ഫോർ ദാറ്റ് തിയറി ആൻഡ് അതിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അത് അദ്ദേഹം കണ്ടെത്തുന്നത് 1928 സോ ദാറ്റ് രാമൻ ഇഫക്റ്റ് വാസ് ലൈക്ക് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ലൈറ്റ് ബിഹേവ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ മെറ്റീരിയൽ. ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന, ഈ കടലിലുള്ള വെള്ളം എന്തുകൊണ്ട് ബ്ലൂ കളറായിട്ട് തോന്നുന്നു എന്നൊക്കെ ഉള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്ന തിയറി. So the essay is all about his life as a teacher, as a science communicator. നമ്മൾ ടൈറ്റിൽ പറയുന്നത് സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളതാണ്. എസ്സേ തുടങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? The essay shows how Raman was not only a leading researcher but also an inspiring teacher and communicator. അപ്പോൾ സയൻസിൽ റിസർച്ച് ചെയ്ത് മാത്രം നടന്ന ഒരു ആളല്ല C.V. രാമൻ. He was great as a teacher. And also he was always communicating with the public. Okay, he was a good orator or a speaker also. നമ്മുടെ ഓദർ പവൻകുമാർ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹമാണ് ശരിക്കും സയൻസ് കോമൺ ആളുകൾക്കൊക്കെ ആക്സസിബിൾ ആക്കി കൊടുത്തത്. ഹി മെയ്ഡ് സയൻസ് ആക്സസിബിൾ ആൻഡ് എക്സൈറ്റിംഗ് ഫോർ എവ്രി വൺ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം കോംപ്ലക്സ് ഐഡിയ, സാധാരണ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. എത്ര വലിയ കോംപ്ലക്സ് ഐഡിയ ആണെങ്കിലും ഇദ്ദേഹം വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് സോ ഇറ്റ് ആക്ച്വലി ആ ഒരു സാധാരണ ആളുകളും സയൻറ്റിസ്റ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ഇത് നിരന്തരമായിട്ട് ആളുകളോട് സംസാരിക്കാറുണ്ടായിരുന്നു. സോ സയൻറ്റിസ്റ്റും സാധാരണ ആളുകളും തമ്മിലൊരു ഗ്യാപ്പ് കുറയ്ക്കാൻ C.V. രാമന് സാധിച്ചു എന്നാണ്. ആൻഡ് പിന്നെ അദ്ദേഹം പവൻകുമാർ C.V. രാമൻ പറഞ്ഞതായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ സയൻസിൻ്റെ റിസർച്ചിൽ കൊളാബറേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മാത്രം ഇവിടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് മാത്രം റിസർച്ച് നടത്താതെ മറ്റുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സയൻറ്റിസ്റ്റുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വേണം, ഒരു കൊളാബറേഷൻ വേണം എന്ന് ഉടനീളം വിശ്വസിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റായിരുന്നു C.V. രാമൻ എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് പവൻകുമാർ. ആൻഡ് അതുപോലെ പവൻകുമാർ ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് C.V. രാമൻ്റെ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിൽ നിന്നും C.V. രാമനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തേടി അത് ഇത് എസ്സേക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് രാംദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു LA രാംദാസ് എന്ന് പറയുന്ന C.V. രാമൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറയുന്നുണ്ട്. അത് C.V. രാമൻ പറഞ്ഞതായിട്ട് പറയുന്നൊരു പോയിൻ്റ്, സാധാരണ ഒരു
ഏതെങ്കിലും ഒരു സയൻസിൽ ഇദ്ദേഹത്തിൻ്റെ ഏരിയയിൽ വരുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇദ്ദേഹത്തിന് റിവൈസ് ചെയ്യണം എന്ന് തോന്നുകയാണോ, വീണ്ടും ഒന്ന് വായിക്കണം എന്നും അതൊന്നും കൂടി പിന്നെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ അദ്ദേഹം ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് റിവൈസ് ചെയ്യേണ്ട, റിവ്യൂ ചെയ്യേണ്ട ആ ഒരു ടോപ്പിക്ക് ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അതിനകത്തുള്ള നോളജ് വീണ്ടും കൂടുകയാണ് ചെയ്യുക. സോ ഒരു ടീച്ചർ എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന് മറ്റുള്ള ടീച്ചേഴ്സിനോട് പറയാനുള്ള കാര്യം ഇതുതന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നല്ല പാണ്ഡിത്യം വേണം, ഒരു തറോ നോളജ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുക എന്നുള്ള സാധനമാണ്. ഓക്കെ. ആൻഡ് പിന്നെ ഈ ഒരു രാംദാസ് പറഞ്ഞതായിട്ട് തന്നെ പവൻകുമാർ പറയുന്ന മറ്റൊരു പോയിൻ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഡിസ്കവറി അദ്ദേഹം പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്കവറി പഠിപ്പിക്കുന്ന സമയത്ത് ഈ സ്റ്റുഡൻസിന് ശരിക്ക് യഥാർത്ഥത്തിൽ ആരാണോ ആ ഒരു പർട്ടിക്കുലർ ഡിസ്കവറി നടത്തിയത് ആ ഒരു സയൻറ്റിസ്റ്റിന് തോന്നിയ അതേ എന്തൂസിയാസം, അതേ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഡിസ്കവറി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് ഈ സ്റ്റുഡൻസിനും കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ടീച്ചിങ്ങിലൂടെ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പല സയൻറ്റിഫിക് ഡിസ്കവറീസും സ്റ്റുഡൻസിൻ്റെ മുന്നിൽ അത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഹി വാസ് റിയലി സക്സസ്ഫുൾ, വാസ് റിയലി ഗ്രേറ്റ് ഇൻ ഡൂയിങ് ദാറ്റ്. ആൻഡ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസായിട്ട് ടീച്ചേഴ്സിനോടൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള അഡ്വൈസായിട്ട്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഏത് ടോപ്പിക്കാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ടോപ്പിക്കിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടും, എവിടുന്നാണ് ആ ഒരു തിയറി ആണെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണ് എന്നുള്ള കാര്യം, അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ശരിക്കും പഠിക്കണമെന്നും, ആരാണോ ആ ഒരു തിയറി കൊണ്ടുവന്നത് അത്തരം സയൻറ്റിസ്റ്റുകളുടെ കുറിച്ചിട്ട് അവരുടെ ലൈഫും അവരുടെ ബയോഗ്രഫിയും ഫുള്ളി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ അവർ പറയുന്ന ഒരു തിയറി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം സി വി രാമൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതൊക്കെ നമ്മുടെ രാംദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് പറയുന്നതാണ് കേട്ടോ. രാംദാസ് പറയുന്ന മറ്റൊരു പോയിൻ്റ്, ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് സി വി രാമൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് അറ്റൻഷനൊക്കെ പോവുകയാണെങ്കിൽ, സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ലൂസിങ് സം ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ക്ലാസ്, അദ്ദേഹം ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാമെന്നുള്ള. ഹി യൂസ് ടു ടെൽ വൺ എക്സൈറ്റിംഗ് സ്റ്റോറി. അതേതെങ്കിലും സയൻറ്റിഫിക് ഡിസ്കവറി ഒക്കെ ആയി ബന്ധപ്പെട്ട കഥകളായിരിക്കും അദ്ദേഹം പറയാം. അപ്പം ഈ ഒരു കഥ പറയുന്നതോട് കൂടിയിട്ട് സ്റ്റുഡൻസ് വിൽ ഫൈൻഡ് ഹിസ് ക്ലാസ് മോർ ഇൻട്രസ്റ്റിംഗ്. ആൻഡ് അവരുടെ ആ ഒരു ബോർഡൊക്കെ ആ സ്റ്റോറി കേൾക്കുന്നതോട് കൂടിയിട്ട് ഒരു പക്ഷേ മാറും. പിന്നെ ഈ ഒരു എസ്സേയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹം ടീച്ചർ എന്നുള്ള രീതിയിൽ സി വി രാമൻ റിയലി സക്സസ്ഫുൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻക്ലൂസിവിറ്റി, ഇപ്പം എല്ലാ ജെൻഡേഴ്സിനെയും അദ്ദേഹം മെയിലാണെങ്കിൽ ഫീമെയിലാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള ഒരു കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പല ആളുകൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റുഡൻസ് വെർ മെൻ എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ കാര്യത്തിൽ ഹി വാസ് നോട്ട് ഗ്രേറ്റ്. ഓക്കെ. ഇനി ഗേൾസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളെ ഈ ഒരു സയൻസ് മേഖലകളിലേക്ക് സയൻറ്റിസ്റ്റ് ആക്കുന്നതിലൊന്നും ഇദ്ദേഹം വലിയ എന്തെങ്കിലും പങ്ക് വഹിച്ചതായിട്ടൊന്നും വി ഡോണ്ട് ഹാവ് എനി എവിഡൻസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ക്വാളിറ്റി വേറൊരു പറയാനുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊന്നും അദ്ദേഹം അത്ര ബ്രില്യൻ്റ് ആയിരുന്നില്ല. Most of the time he was interested in spending his time on research, scientific research.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പബ്ലിക്കുമായിട്ട് ശരിക്ക് സയൻറ്റിഫിക് ലെക്ചേഴ്സ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹം വെരി സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ സൊസൈറ്റിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കാണിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സയൻസ് ലാബിലേക്ക് അദ്ദേഹം പുറമേയുള്ള ആളുകളെയൊക്കെ വിസിറ്റേഴ്സിനെയൊക്കെ അദ്ദേഹം വെൽക്കം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതും സയൻസ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആക്സസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അദ്ദേഹം ഹ്യൂമർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. പിന്നെ കാര്യങ്ങളെല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള വിവിഡ് ഇമേജറികളിലൂടെയായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. പിന്നെ പബ്ലിക് ഫോറത്തിൽ സ്ഥിരമായിട്ട് രാമൻ സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1938 അദ്ദേഹം നടത്തിയ ഒരു റേഡിയോ ടോക്ക് ദാറ്റ് വാസ് വെരി ഫേമസ്. ആ റേഡിയോ ടോക്കിൻ്റെ ടൈറ്റിൽ ദ ന്യൂ ഫിസിക്സ് റെവല്യൂഷണറി അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലുള്ള ഒരു ടോക്കായിരുന്നു അദ്ദേഹം 1938 അദ്ദേഹം ഡെലിവർ ചെയ്തത്. ഇതൊക്കെ അദ്ദേഹം ജനറൽ ഓഡിയൻസുമായിട്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഈ ആ ഒരു ടോക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് സയൻസ് ആസ് എ ഗ്ലോബൽ കളക്റ്റീവ് എഫേർട്ട് ആൻഡ് ഇതിനകത്ത് ആളുകളല്ലോ ഒരു ഗ്ലോബലി ആളുകളെ ഒന്നിപ്പിക്കാൻ സയൻസിന് കഴിയും. ആൻഡ് എല്ലാ സയൻറ്റിസ്റ്റുകളും തമ്മിലും അക്കാര്യത്തിലൊരു കൊളാബറേഷൻ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഹി ഹാഡ് എ ഗ്രേറ്റ് കണക്ഷൻ വിത്ത് ബോത്ത് സയൻറ്റിസ്റ്റ് ആൻഡ് ഓൾസോ ജനറൽ പബ്ലിക്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് സയൻസ് നമ്മുടെ സൊസൈറ്റിയെ മാറ്റിമറിക്കാൻ കഴിയും. സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഈ ഹ്യൂമാനിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സയൻസിലൂടെ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു CV രാമൻ എന്ന് പറയുന്ന പോയിൻ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് കൊളോണിയൽ എറയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊളോണിയലിസത്താൽ ബ്രിട്ടീഷുകാരും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വന്ന് തകർന്നു പോയ നമ്മുടെ ഈ രാജ്യത്തെ റീബിൽഡ് ചെയ്യാൻ, ഈ രാജ്യത്തെ വീണ്ടും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ടും സയൻസിന് സാധിക്കൂ, സയൻസിനാണ് സാധിക്കുക എന്ന് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഭയങ്കര ഈവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ അല്ല, ഒരു എസ്സേ അല്ല. എങ്ങനെയായിരിക്കണം ഒരു സയൻസ് ടീച്ചർ, സയൻറ്റിസ്റ്റിന് ഉണ്ടാവേണ്ട ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഇവരെല്ലാവരും റിസർച്ചിനകത്ത് ഇൻവോൾവ് ആണ്. ഈ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ക്ലാസ് റൂമിൽ വളരെ വൃത്തിയിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു സയൻസ് ടീച്ചർക്ക് സാധിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന്, how did CV Raman's teaching strategies as outlined in the article reflect his conviction that research is important? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേയിൽ നിന്ന് നമ്മൾക്ക് റിസർച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും CV രാമൻ ഇദ്ദേഹം ടീച്ച് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ചൊക്കെ തന്നെയായിരുന്നു ക്ലാസ് റൂമിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന തിയറിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട്, എവിഡൻസ് ആയിട്ട് വെച്ചിരുന്ന കാര്യം. അപ്പോൾ നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം ചുമ്മാ തിയറി പഠിപ്പിക്കൽ മാത്രമാവരുത്, എസ്പെഷ്യലി സയൻസ്. അപ്പോൾ അവിടെ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടാവണം. അപ്പം ഈ സയൻസ് ടീച്ചേഴ്സും ഈ റിസർച്ച് മേഖലയിൽ എൻഗേജ്ഡ് ആവണം. അത്തരം ഫൈൻഡിങ്സ് ദേ ഹാവ് ടു
ഷെയർ വിത്ത് ദെയർ സ്റ്റുഡൻസ്. പിന്നെ ചുമ്മാ നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതല്ല ടീച്ചിങ്. സ്റ്റുഡൻസിനകത്തൊരു ക്യൂരിയോസിറ്റിയും അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഒരു ടീച്ചർ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഈ റിസർച്ചിൽ ഇൻവോൾവ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ പറ്റുക റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കായി ആണ് എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് എഴുതാം ആ ഒരു ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സി വി രാമൻസ് പബ്ലിക് ഔട്ട്റീച്ച് ഇനീഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് ആൻഡ് യൂത്ത് അബൌട്ട് സയൻസ്. അപ്പോൾ അദ്ദേഹം ജനറൽ പബ്ലിക്കിനോടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയായിരുന്നു ഈ സയൻസ് എല്ലാം ആളുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇറ്റ് ഹാഡ് എ ഗ്രേറ്റ് റോൾ ഫോർ മേക്കിംഗ് സയൻസ് ആക്സസിബിൾ ആൻഡ് എക്സൈറ്റിംഗ് ടു എ വൈഡ് ഓഡിയൻസ് ഒക്കെ അതിനകത്ത് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി നമ്മൾ പറഞ്ഞതാണ്, അത് സാധാ വിസിറ്റേഴ്സിനൊക്കെ അദ്ദേഹം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് വെൽക്കംഡ് സച്ച് വിസിറ്റേഴ്സ്. സോ ഈ രീതിയിലൊക്കെ അദ്ദേഹം എന്താണ് സാധാരണ ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആ ഒരു മെൻറ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡും സയൻസിനെ അന്നത്തെ കാലത്ത് കോമൺ പീപ്പിളിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. സയൻറ്റിസ്റ്റും അല്ലെങ്കിൽ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സും ജനറൽ പബ്ലിക്കും തമ്മിലൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് നികത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റേഡിയോ ടോക്സും പ്രോഗ്രാംസൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ടൊക്കെ പറയാം. ഓക്കെ, മൂന്നാമത്തെ ഒരു ചോദ്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ, വാട്ട് ആർ സം ഓഫ് ദി കോംപ്ലക്സ് ആസ്പെക്ട്സ് ഓഫ് സി വി രാമൻസ് പേഴ്സണാലിറ്റി, especially in terms of his ability to manage his responsibilities as a public figure, researcher and teacher. ഇദ്ദേഹത്തിൻ്റെ ഒരു കോംപ്ലക്സ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ അദ്ദേഹം കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ വേറെ ചില ഏരിയയിൽ അദ്ദേഹത്തിന് അത്ര നല്ല ക്വാളിറ്റീസ് ഉണ്ടാവില്ല. കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. ടീച്ചർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഗ്രേറ്റ് ആയിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഗ്രേറ്റ് ആയിരുന്നു, അത് പോസിറ്റീവാണ്. ആളുകളിലേക്ക് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ട് കോംപ്ലക്സ് മാറ്റേഴ്സ് സിമ്പിളാക്കി പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യത്തിലും സാധാരണ ആളുകളിലേക്ക് സയൻസ് എത്തിക്കുക എന്നുള്ള കാര്യത്തിലും ഈ സയൻറ്റിഫിക് റിസർച്ച് നടത്തുകയും അതിനകത്തുള്ള ഫൈൻഡിങ് സ്റ്റുഡൻസുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ ഗുഡ് ആയിരുന്നു. അദ്ദേഹം നമ്മൾ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു. അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. ദീസ് ആർ ഹിസ് പോസിറ്റീവ്സ്. എന്നാൽ അതേസമയം ഇതിനകത്ത് എസ്സേയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സുമായിട്ടൊക്കെ ചില സമയത്ത് അദ്ദേഹത്തിന് ചില ക്ലാഷസ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് ക്ലാഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലും കൊളീഗ്സുമായിട്ടൊക്കെ ഒരു വളരെ നല്ല പോസിറ്റീവ് ഒരു എന്താ പറയുക ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഹി വാസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഹോപ്പ് യു ഹവ് ഗോട്ട് സംതിങ് ഫ്രം ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ സംതിങ് യു ക്യാൻ ആസ്ക് on comment. Okay, so let's conclude with this. Thank you for watching.